പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം പ്രീമിയർ ലീഗിൽ നടന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഇപ്സ്വിച്ച് മത്സരമാണ്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ടായിരുന്നു മത്സരം നടന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 ഇപ്സ്വിച്ചിന് തോൽപ്പിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം എടുക്കുമ്പോൾ ഇത് നടക്കുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിലാണ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മത്സരം കൂടിയായിരിക്കും ഇത്. ജയിച്ചു എന്നുള്ള സത്യമാണ്. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മോശം കളി എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് ഈ കളി വലിയൊരു ഇമ്പാക്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടാക്കിയെന്ന് പറയാനൊന്നുമില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഒരു മോശം അല്ലെങ്കിൽ ഒരു ഏവറേജ് കളി എന്ന് മാത്രമേ എനിക്കിത് പറയാനുള്ളൂ. ബിലോ ഏവറേജ് കളി എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. എന്നാൽ ഇപ്സ്വിച്ച് നോക്കുമ്പോൾ ഇപ്സ്വിച്ച് ടേബിളിൽ 18ാം സ്ഥാനത്ത് കിടക്കുന്ന ടീമാണ്. ആ 18ാം സ്ഥാനത്ത് കിടക്കുന്ന ടീം ഇപ്പോൾ സമീപകാലത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കളി മോശമാണെങ്കിൽ പോലും ഇത്രയും പ്രീമിയർ ലീഗിൽ ഗ്ലോറിഫൈ ചെയ്യപ്പെടുന്ന കുറച്ച് ടീമുകളിൽ ഒന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ആ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ 18ാം സ്ഥാനത്ത് കിടക്കുന്ന ഇപ്സ്വിച്ച് വന്നിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഹോം ഗ്രൗണ്ടായ ഓൾഡ് ട്രാഫോർഡിൽ വെച്ചിട്ട് ഇമാതിരി വിറപ്പിച്ചെങ്കിൽ അവർ തോറ്റുവെങ്കിലും ഇമാതിരി വിറപ്പിച്ചിട്ടാണ് അവർ കടന്നു പോകുന്നത്. അവർക്കതിന് അഭിമാനിക്കാം. കാരണം അവർ ആ തരത്തിലാണ് ഇന്നലെ പ്രകടനം കാഴ്ചവെച്ചത്. ഇനി കളിയിലേക്ക് വരികയാണെങ്കിൽ 4ാം മിനിറ്റിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ഓൾഡ് ട്രാഫോർഡിനെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്സ്വിച്ചിൻ്റെ ജെയ്ഡൻ വലകുലുക്കി. നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻഡറായ ഡോർഗു പിന്നെ ഗോൾ കീപ്പറായ ഒനാന, ഈ രണ്ടുപേരൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഒരു പിഴവ് കാരണം വന്നൊരു ചാൻസ് അത് മുതലെടുത്തിട്ടാണ് ജെയ്ഡൻ കൊണ്ടുപോയി ഗോൾ അടിച്ചത്. 4ാം മിനിറ്റിൽ തന്നെ ഓൾഡ് ട്രാഫോർഡിനെ വിറപ്പിച്ച ഗോൾ. ആകെ ഞെട്ടിപ്പോയി മാഞ്ചസ്റ്റർ യുണൈറ്റഡും ഓൾഡ് ട്രാഫോർഡും. അതിന് കരകയറാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കുറച്ച് ബുദ്ധിമുട്ടി. എന്നാലും മാഞ്ചസ്റ്റർ കരകയറി. ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ ഒരു കിഡിലൻ ഫ്രീ കിക്ക്. ആ ഫ്രീ കിക്കിൽ ഇപ്സ്വിച്ചിൻ്റെ കളിക്കാരൻ തലവെക്കുന്നു. അത് നേരെ ഇപ്സ്വിച്ചിൻ്റെ ഗോൾ പോസ്റ്റിനുള്ളിലേക്ക് കയറുന്നു. അങ്ങനെ ഒരു സെൽഫ് ഗോൾ വഴി മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സമനില പിടിക്കുന്നു. അതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണർന്ന് കളിക്കുന്നു. ഡിലൈറ്റിൻ്റെ വക ഒരു ഗോൾ വീണ്ടും അടിക്കുന്നു. അങ്ങനെ 2-1 സമനില പിടിക്കുന്നു. എന്നാൽ കളി മുന്നോട്ട് പോകുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഗോൾ അടിക്കാൻ നോക്കുന്നു, പക്ഷേ പറ്റുന്നില്ല. എന്നാൽ ഇതിൻ്റെ ഇടയിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡോർഗ്യു റെഡ് കാർഡ് കൊണ്ട് പുറത്തു പോകുന്നത്. ഈ ജെയ്ഡനെ തന്നെ ഫൗൾ ചെയ്തതിന് ഒരു നാസ്റ്റി ചലഞ്ച് ആയിരുന്നു. ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ ചലഞ്ച് കണ്ടപ്പോൾ അതിപ്പോൾ ഇൻറ്റൻഷനലി ചെയ്തതാണെങ്കിലും അല്ലെങ്കിൽ പോലും അത് റെഡ് കാർഡ് അർഹിക്കുന്നതായിരുന്നു. അങ്ങനെ ആ ജെയ്ഡനെ ഡോർഗ്യു ഫൗൾ ചെയ്യുന്നു. റഫറി വാർ പോയി നോക്കുന്നു. അങ്ങനെ റഫറി റെഡ് കാർഡ് കൊടുക്കുന്നു. അങ്ങനെ 10 പേരുമായിട്ട് ചുരുങ്ങിയിട്ട് കുറച്ച് മിനിറ്റുകൾക്കകം വീണ്ടും ജെയ്ഡൻ ഞെട്ടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി സമനില ഗോൾ നേടുന്നു. അതും നമ്മുടെ 45 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ഇഞ്ചുറി ടൈമിൻ്റെ നിമിഷങ്ങളിൽ. അങ്ങനെ 1ാം പകുതി അവസാനിക്കുമ്പോൾ സംഭവബഹുലമായ ഒരു ഹാഫ് ടൈമിന് ശേഷം ഹാഫ് ടൈം ആയിരുന്നു അത്. 2-2 സമനിലയിൽ 2 ടീമുകളും പിരിയുന്നു. ഹാഫ് ടൈമിന് ശേഷം 47ാം മിനിറ്റിൽ മഗ്വയർ ഒരു ഗോൾ അടിച്ച് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മുന്നിലെത്തിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3 ഇപ്സ്വിച്ച് 2. പിന്നെ അതാണ് അവസാനം വരെ നീട്ടിക്കൊണ്ട് പോയത്. മാക്സിമം ഗോളുകൾ പിന്നെ അടിക്കാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നോക്കി, പക്ഷേ നടന്നില്ല. അങ്ങനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് 3-2 ജയിച്ചു. ഈ കളിയിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാമല്ലോ. ബോൾ പൊസിഷൻ ആയാലൊക്കെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കുറവായിരുന്നു. 44% അങ്ങോട്ട് ബോൾ പൊസിഷൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഉണ്ടായിരുന്നുള്ളൂ. 56% ഇപ്സ്വിച്ചിന് ഉണ്ടായിരുന്നു. ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പോലുള്ള ടീം ഇപ്സ്വിച്ച് പോലത്തെ ഒരു 18ാം സ്ഥാനത്ത് കിടക്കുന്ന ഒരു ടീമിനെതിരെ കളിക്കേണ്ടത് കളി ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയല്ല. പക്ഷേ കുറേ മിസ്റ്റേക്കുകൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ജയിച്ചു. ഒരു 3 പോയിന്റ് സ്വന്തമാക്കാൻ പറ്റിയത് നല്ല കാര്യം. 15ാം സ്ഥാനത്തായിരുന്ന മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ ജയത്തോടുകൂടി ഒരു സ്ഥാനം കയറി 14ാം സ്ഥാനത്തായിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഈ സീസൺ കഴിയുമ്പോൾ ഒരു 10ാം സ്ഥാനത്തിനുള്ളിലൊക്കെ കയറാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. റെലഗേഷൻ ഭീഷണി നേരിടുന്ന ഒരു ടീമുകളിലൊന്നാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്സ്വിച്ച് റെലഗേഷൻ ഭീഷണി നേരിടുന്ന ആൾ തന്നെയാണ്. പക്ഷേ യുണൈറ്റഡും ആ വക 14ാം സ്ഥാനത്താണ്. അധികം വൈകാതെ റെലഗേഷൻ ഭീഷണിയിൽ പെടാം. അങ്ങനെ ഇരിക്കുന്ന യുണൈറ്റഡ് എങ്ങനെയെങ്കിലും കുറച്ച് കളി ജയിച്ചിട്ട് 10-നുള്ളിൽ കയറിയിട്ട് ഈ സീസൺ എങ്ങനെയും അവസാനിപ്പിച്ച് ഒരു ഫ്രഷ് സീസൺ അടുത്ത പ്രാവശ്യം തുടങ്ങാൻ പറ്റാമെങ്കിൽ ഏറ്റവും ബെറ്ററാണ്.